സുഹൃത്തുക്കളെ, ഇത് മഞ്ചേരി നെല്ലിക്കുത്ത് അങ്ങാടിയിലുള്ള ഒരു ആൽമരം. ഈ ഒരു ആൽമരത്തിന് ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ട്. നമ്മളെല്ലാവരും ഈ ഒരു അങ്ങാടിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ആൽമരം കാണാറുമുണ്ട്. എങ്കിലും ഈ ആൽമരത്തിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. അത് ഈ നെല്ലിക്കുത്ത് അങ്ങാടിയിലുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇന്ന് ഞാൻ ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലുള്ള ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു അത്ഭുതം കാണിക്കാനാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമുക്ക് നേരെ പോയി നോക്കാം. കേട്ടോ, നമസ്കാരം. നമസ്കാരം. എന്താ ഉഷാറല്ലേ? ആ, അതെ. പിന്നെ വർക്ക് ഉണ്ടല്ലോ അല്ലേ? വർക്കുണ്ട് തന്നെ? വർക്കുണ്ട്. എന്താ ഏട്ടൻ്റെ പേരെന്താ? എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ. ആ, തന്നെ? മണിന്നാ വിളിക്കല്. പരസ്യത്തിൽ മണിന്നാ. തന്നെ? ആ, പറഞ്ഞാൽ സ്ഥലം എവിടെ? സ്ഥലം വെട്ടിക്കാട്ടിൽ. കേട്ടോ. ആ, പറയൂ. അപ്പൊ ഞാൻ ചോദിക്കണതേ, ആ, ഈ ഒരു നെല്ലിക്കുത്ത് അങ്ങാടിയില് ഒരു ആലിന്റെ ചുവട്ടില് അതെ, ഈ ഒരു സംഗതി എത്ര കാലായി? ഇവിടെ ഞാൻ വന്നിട്ട് 4 കൊല്ലായി. 4 കൊല്ലായിട്ടുള്ളൂ. ആ, ഇതിലിടയ്ക്ക് 18 കൊല്ലം അവിടെ ഹൈസ്കൂൾ റോട്ടുമയാണ്. എന്നാലും ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പൊ ഈ ഒരു ആൽമരത്തിന് ചുവട്ടിൽ തന്നെ തെരഞ്ഞെടുക്കാൻ കാരണം? ആലിന്റെ ചുവട്ടിൽ തെരഞ്ഞെടുക്കാൻ കാരണം രോഗങ്ങൾ ഉണ്ടാവില്ല, ഒന്ന്. രണ്ടാമത് മാത്രമല്ല, ചൂട് കുറയും. വെയിലിൻ്റെയും തീയിൻ്റെയും ചൂടുണ്ടാവില്ല. ഇത് മയില് വിടർന്ന് നിൽക്കും പോലെ നിൽക്കുകയാണ്. ഇതിൻ്റെ ചുവട്ടിലാവുമ്പോൾ വെയിലിൻ്റെ ചൂടോ തീയിൻ്റെ ചൂടോ ഉണ്ടാവില്ല. വേറെ ഒന്നുണ്ട്, വാടകയും വേണ്ട. വാടക തീരെ വേണ്ട. എനിക്ക് കരിന്റെ പൈസ മാത്രമേ ചെലവുള്ളൂ. ഞാനേ ഏട്ടൻ്റെ ഒരു വീഡിയോ കണ്ടു, ആലിന്റെ ചുവട്ടില് ഒരു അത്ഭുതം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ. അതെ, അത്ഭുതം തന്നെയാണ്. ഇതിപ്പോ എന്താ അറിയോ, ഇതിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ ആൾക്കാർ അറിയണത് ഇങ്ങനെ സംഭവം ഉണ്ട്, ഇവിടെ ഒരു കൊല്ലൻ പണിക്കാരുണ്ട് എന്നൊക്കെ അറിയണത്. പക്ഷെ ഈ ഒരു ആലിങ്ങനെ ആൾക്കാർ കാണാന്നല്ലാതെ ഇത്രയും കാലം നമ്മളൊക്കെ ഇതിലെ പാസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഈ കടക്കുന്ന ആയുധങ്ങൾ, ഇത് കവളപ്പാറ എന്ന സ്ഥലല്ലേ, നിലമ്പൂര്. ആ, മറ്റേ ഉരുള് പൊട്ടിയ അവിടെ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളുണ്ട്. ഇത് പുതിയതും നന്നാക്കൽ ഞാൻ തന്നെയാണ്, പഴയതും നന്നാക്കൽ ഞാൻ തന്നെയാണ്. ഇവിടെ ഉള്ള ആളാണ് കേസിയാക്കാറി നെല്ലിക്കുത്ത്. അവരാണ് ഈ പൈപ്പ് ലൈനിന്റെ പണി അതിലേക്ക് എടുക്കുന്നത്. അവർക്കുള്ള സാധനം അവരെ പണിക്കാരനാണ് ഞാൻ. അത് ശരി. പുറമെ ജോലി എടുക്കല്ലേ? പുറമെ എടുക്കും. പുറമെ കത്തിയാൽ എടുക്കണേ അത് കൊടുക്കും. ഏട്ടപ്പോ ഏകദേശം എത്ര വർഷമായി ഈ ഒരു തൊഴിൽ തുടങ്ങിയിട്ട്? ഞാൻ തുടങ്ങിയിട്ട് 1974 അവിടെ മഞ്ചേരി കുരുക്ക നാണയക്കാരല്ലോ, മാസ് നാണയക്കാർ കോഴിക്കോട് റോട്ടുമേ, അയാളെ വർക്ക്ഷോപ്പിലായിരുന്നു. അച്ചാനും ബോഡിപ്പണിയായിരുന്നു, ഈ ലോറീൻ്റെ ബോഡിപ്പണി. അത് അവര് നമ്മൾ പഠിച്ച പണിയാണ്, പിന്നെന്താ എനിക്ക് പേടിക്കാന്. അപ്പോൾ നിങ്ങൾ ഈ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുമ്പോൾ സന്തോഷത്തിലാണോ? സന്തോഷത്തിലാണ്. പക്ഷേ എനിക്കൊരു ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം കുഴഞ്ഞാണ് എനിക്ക് ഈ ഭാഗം. ഭഗവാന്റെ കാര്യം ഉണ്ടായിട്ട് ശബരിമലയ്ക്ക് പോയിട്ടാണ് എൻ്റെ ഈ ദീനം മാറിയത് തന്നെ. അയ്യപ്പനെ വിശ്വാസമുള്ള ഒരാളാണ്. അയ്യപ്പ എന്ന് വിളിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ആ ഒരു വിളി വിളിച്ചപ്പോൾ എൻ്റെ ഈ ഭാഗം കുഴഞ്ഞ ഭാഗം ലെവലിൽ നിന്നു. വിശ്വാസം വേണം. അത് വിശ്വാസം വേണം. മരുന്ന് വിശ്വാസമാണ്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ 3ാമത്തെ പ്രാവശ്യം കുഴഞ്ഞപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളിയായിരുന്നു. ഈ സൂചി അടിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബോധം തെളിഞ്ഞില്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളിയായിരുന്നു. അതിൽ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധം തെളിഞ്ഞു. കയ്യൊക്കെ ഇങ്ങനെ ചുരുണ്ടായിരുന്നു, വിരലൊക്കെ എങ്ങനെയായിരുന്നു, കാലിൻ്റെ വിരലൊക്കെ ചുരുണ്ട്, ഈ ഭാഗമൊക്കെ മസിലൊക്കെ ഇല്ലാതെയായി, ഈ നെഞ്ഞിൻ്റെ ഇവിടെ നിന്നും ഒരു ഇതില്ലാതെ, ഒരു ഉപയോഗമല്ലാതെ മാരി ഇങ്ങനെ വിറയ്ക്കുക, അതേ ഉള്ളൂ. അതിൽ 1/2 മണിക്കൂറായപ്പോൾ എൻ്റെ കുഴച്ചിൽ മാറി പഴയ മാരി വന്നു. അതിലിൻ്റെ പുറത്തിൽ കൊട്ടിയിട്ട് ആ ഡോക്ടർ പറഞ്ഞു, ഭാഗ്യവാനാട്ടോ പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം കുഴഞ്ഞോലാരും ഇതേമാതിരി ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയും, എനിക്ക് പേടിയില്ല സാറേ, എനിക്ക് മരിക്കാനൊരു പേടിയില്ല. എൻ്റെ എല്ലാ സുഖങ്ങളും കഴിഞ്ഞാണ്, എല്ലാ ഇതും കഴിഞ്ഞാണ്. എനിക്ക്
എൻ്റെ ആഗ്രഹം തന്നെ എനിക്ക് 4 പെൺകുട്ടികളാണ്. അതിൽ 3 ആളെ കല്യാണം കഴിച്ചു. ഇനി ഒരാൾ കൂടി ഉള്ളു കല്യാണം കഴിച്ചു. അവളിവിടെ കോഴിക്കോട് ശ്രീശാസ്ത്ര കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ജോലി കിട്ടിയിട്ട് മതിയാറിന് നിൽക്കുകയാണ്. ഒന്നിനെ കല്ലാമൂല, ഒന്നിനെ ആനമങ്ങ, ഇവിടെ ഈ പൂന്താനം അമ്പലത്തിൻ്റെ അടുത്തേക്ക് 3 പേരും കൊണ്ടുപോയി. ഒരാളുള്ളൂ. ഇപ്പം എന്തൊക്കെയാണ് ജോലി ചെയ്യണത്? ജോലി കത്തി ഉണ്ടാക്കും, ചെറിയ കത്തികളുണ്ടാക്കും. പിന്നെ ഈ പഴംപണിക്ക് എനിക്ക് എടുക്കാൻ ഒഴിവില്ലാത്ത പഴംപണിയുണ്ട്. എനിക്ക് പുതിയ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതേമല്ല കത്തി ഒരാൾ ഇതിപ്പോൾ ഈ നാളികേരം ഇടുന്ന കത്തിയാണ്. അപ്പോൾ ഇത് നല്ലോണം തണിഞ്ഞ് ലെവലാക്കി അതേമാതിരി ഈ ആണിപ്പാര അതൊക്കെ കാച്ചായി ലെവലായി കൊടുക്കുക. ഇതാണ് എൻ്റെ പണി. അപ്പൊ സത്യം പറഞ്ഞാലേ നമ്മളിപ്പോ ഒരു വലിയൊരു ആലിങ്ങനെ കാണുന്നല്ലാതെ ഇതിന്റെ ചോട്ടിൽ അത്ഭുതം എപ്പോഴാണ് അറിയണേ? അത്ഭുതം ഇതിപ്പോ എല്ലാവരും അറിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾ വഞ്ചിക്ക തോൽപ്പിക്ക എനിക്ക് വാടക കൊടുക്കാൻ കഴിയൂല. എനിക്ക് 3 പെൺകുട്ടികളെ കല്യാണം കഴിച്ചാൽ ഞാൻ 30 പതിൻ്റെ പണ്ട് ഇതേമാതിരി പണിയെടുത്തിട്ടാണ് കല്യാണം കഴിച്ചത്. ഷെഡൊക്കെ നിങ്ങൾ കെട്ടിണ്ടാക്കിയ? അതെ, ഇവിടുത്തെ കുണ്ടന്മാർ കെട്ടി തന്നാണ്. ഇവിടെയുള്ള കുണ്ടന്മാർ ഇവിടെയുള്ള പവർ എന്താണോ ഈ നെല്ലിക്കുത്ത് അങ്ങാടിയിൽ ഇതൊക്കെ പവർ പറഞ്ഞാൽ ഒരു പവറാണ്. കാരണം ഇവിടെ ജാതി മതമല്ലാതെ എല്ലാവരും സ്നേഹത്തോടു കൂടെ പെരുമാറുന്ന സ്ഥലമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഇവിടുത്തെ കുണ്ടന്മാർ മുഴുവൻ ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നില്ല, എല്ലാവരും നമ്മളോട് ഒരേമാതിരി സഹചരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ പണി ഇങ്ങനെ കൂടുതൽ വരുന്നത്. നമ്മളെ സ്വഭാവമാണ് ഏറ്റവും ഇത്. പടച്ചോൻ വെച്ചിട്ട് 2 ജാതിയുള്ള ആണും പെണ്ണും. അല്ലാതെ നിങ്ങൾക്ക് പറയാണ്ടോ? ഇല്ല. എപ്പോഴാണ് രാവിലെ ഇത് തുറക്കാറ്? 8:45. അപ്പോൾ ഇത് എപ്പോഴാ പിന്നെ പോകില്ല. പിന്നെ എത്ര മണി വരെ ഉണ്ടാവും? പിന്നെ 5 മണി വരെ. 5 മണി വരെ? കഴിയൂലേ. 5 മണിയാകുമ്പോഴേക്ക് തന്നെ തളർന്ന് ആകത്താവും. അപ്പൊ ഇതിങ്ങനെ കാണാനേ ഒരു അത്ഭുതമാണ്. കാരണം വെച്ചാൽ ആലാണെന്ന് ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ അറിയില്ല കേട്ടോ. അതെ അല്ലേ? ശരിയാണ്. ഇതിൽ ആൽമരാണ് ഇതിനുള്ളിൽ വന്നാൽ അറിയില്ല. അപ്പോൾ കാര്യം എന്തായാലും പരിപാടികളൊക്കെ ഉഷാറായി നടക്കട്ടെ. അതെ, പടച്ചോൻ്റെ കാരുണ്യം ഉണ്ടായിട്ടും ഈ ദൈവത്തിൻ്റെ കാരുണ്യം ഉണ്ടായിട്ടും എന്തായാലും ഇപ്പോൾ ഒരു വീഡിയോ കൊണ്ട് പറഞ്ഞല്ലോ ആലഞ്ചുവട്ടിലൊരു അത്ഭുതം ഉണ്ടെന്നില്ലേ. അതെ, ഞാനും അത്ഭുതം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും നിധിയോ വല്ല കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിക്കുന്നു. നോക്കുമ്പോൾ നിധി ഇതാണ്. നിങ്ങളെ ഈ ജോലി സംഭവമാണ്. എന്നുവെച്ചാൽ പുറത്തേക്ക് കാഴ്ച ഉണ്ടല്ലേ? നാടൻ പണിയാണിത്. അത് ഒരു കരണ്ടോ അല്ലെങ്കിൽ വേറെ ഒരു ഒരു സാധനമില്ല, കരണ്ടിൻ്റെ ഒന്നുമില്ല. പഴയ പുരാതന കാലങ്ങൾ പഴക്കല്ല പണിയാണിത്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ തോക്ക് പണിക്കാരനാണ്. പഴയ കാലത്തില്ല തോക്ക്. അവർ പിന്നെ പഠിച്ച അവർ മരിച്ചകൂടെ ആ ജോലി ഒഴിവായി. പിന്നെ ഈ പണിയാണ്. ഞാൻ കുറേ കഷ്ടപ്പെട്ട മനസ്സാണ്. നോമ്പിനൊക്കെ അങ്ങനെ പണിയുണ്ടോ അധികം? നോമ്പിന് എനിക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ കത്തി മറ്റും മറിച്ചും ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കിപ്പോൾ കണ്ട കിടക്കുന്ന ഇതൊക്കെ നന്നാക്കാനാണ്. അവിടെ ആ മൂലൊക്കെ കൂട്ടിയിട്ട് നന്നാക്കാനാണ്. ഇതൊക്കെ കാച്ചാല അതിൻ്റെ ഉള്ളിൽ നിറച്ച് തൂമ്പായ. അപ്പം എന്തായാലും മണിയേട്ടോ വളരെ സന്തോഷം കണ്ടതിൽ, കാര്യങ്ങൾ അറിഞ്ഞാലും. കാരണം വെച്ചാൽ നമ്മൾ ആ വീഡിയോയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുള്ളൂ. അതെ, വിശദമായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു നെല്ലിപ്പറമ്പ് മഞ്ചേരി നെല്ലിപ്പറമ്പ് വന്നാൽ ഇങ്ങനെ ഒരു മണിയേട്ടൻ്റെ ഒരു കൊല്ലപ്പണി അല്ലേ? ഇതിലിപ്പോൾ കട ഒന്നും പറയണ്ട, അങ്ങനെയൊന്നും പറയണ്ട. അതെ അല്ലേ? കടാന്ന് പറയാൻ പറ്റില്ല. ഒരു ഷെഡ് മണിയേട്ടൻ്റെ ആലിൻ്റെ ചുവട്ടിൽ ഒരു അതിമനോഹരമായൊരു ഷെഡ്. അതെ, അതിൽ ആ ഒരു ഷെഡിൽ ഇരുന്ന് മണിയേട്ടൻ ഇങ്ങനെ ജീവിതം തള്ളി നീക്കുകയാണ്. അതിൽ സന്തോഷവാനാണ് അല്ലേ? അതെ, സന്തോഷവാനാണ്. 3 മക്കളെ കെട്ടിച്ചു, ഇനിയിപ്പോൾ ഒരാൾ കെട്ടിക്കാണ്ട് അതും ഇതിരുന്ന് തന്നെ കെട്ടിക്കണം. അതെ അല്ലേ? അതെ. ഇതിപ്പോൾ മണിയേട്ടൻ്റെ ഒരു ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച്? എൻ്റെ ആഗ്രഹം എന്താണ്? ഒരു ആഗ്രഹവുമില്ല, എല്ലാ ആഗ്രഹങ്ങളും കഴിഞ്ഞു. അപ്പോൾ മണിയേട്ടോ എന്തായാലും വളരെ സന്തോഷം. അപ്പം ഇനിയും ഒരുപാട് കാലം
ഈ ഒരു തൊഴിലെടുത്ത് ജീവിക്കാൻ ദൈവം കനിയട്ടെ. അതെ അതെ. എനിക്കിപ്പോഴും 59 വയസ്സായാലും ഇപ്പോഴും ആ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ മനുഷ്യൻ തന്നെ. ഓക്കെ.